ഗ്യാപ്പ് വന്നു. പക്ഷേ എന്നാലും ഈ പ്രാവശ്യം നമുക്കത് ചെയ്യാൻ പറ്റുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി എഫേർട്ടും കാര്യങ്ങളും എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നത്. അപ്പം കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പം എല്ലാവർക്കും ഒരു എൻകറേജ്മെൻറ്റ് കാര്യങ്ങളാണ്. ക്യാപ്റ്റനായിട്ടും ഒരു മോള് തന്നെയാണ് എൻ്റെ ഒരു അനിയത്തിയെ പോലെ. അത് ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്കിതിന് ഇൻവെസ്റ്റ് ആകും. പക്ഷെ നമ്മളത് നോക്കുന്നില്ല. നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചെയ്യുന്നത് കൊണ്ട് 1990-കളിൽ കരക്കാരായിരുന്നു ഈ വള്ളംകളി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് അവർക്ക് ഈ ഒരു സാമ്പത്തികമായിട്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ അവർ സ്പോൺസേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുഞ്ഞിലെ ആണെങ്കിലും അച്ഛൻ എന്നെ ചെറുതിലെ ഒക്കെ ഇതേപോലെ ട്രയൽ കാണിക്കാനൊക്കെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ വള്ളത്തിലൊക്കെ ചുമ്മാ ഇങ്ങനെ തൊട്ടൊക്കെ നോക്കും. അപ്പോൾ ഇങ്ങനെ പറയും പായിപ്പാട്, ചെറുതന, എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വള്ളംകളി. ഞങ്ങൾക്ക് ഓണം തുടങ്ങുന്നത് വള്ളംകളിയോടെയാണ്. നമസ്കാരം. പുന്നമടക്കായൽ നെഹ്റു ട്രോഫി വള്ളംകളിയെ വരവേൽക്കുന്നതിനുള്ള ആവേശത്തിലാണ്. വരുന്ന ഓഗസ്റ്റ് 22-നാണ് പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഇത്തവണ നടുഭാഗം ചുണ്ടനെ നയിക്കുന്നത് 2 പെൺപുലികളാണ്. ക്യാപ്റ്റനായി അനു ആൽബർട്ട് പുലിക്കാട്ടിലും വൈസ് ക്യാപ്റ്റനായി അന്ന റോസുമാണ്. ചെറുപ്പം മുതൽ നെഹ്റു ട്രോഫി വള്ളംകളി കണ്ടു വളർന്ന അനു ആൽബർട്ടിന് ഒരു ചരിത്ര നിയോഗം പോലെയാണ് ഇത്തവണ നടുഭാഗം ചുണ്ടനെ നയിക്കുന്നതിനുള്ള അവസരം കൈവന്നത്. നടുഭാഗം ചുണ്ടൻ ഇപ്പോൾ കപ്പടിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണല്ലേ? അതെ, തീർച്ചയായിട്ടും. നമുക്ക് കഴിഞ്ഞ വർഷം സെക്കൻഡ് ആയിരുന്നു കിട്ടിയിരുന്നത്. ഈ പ്രാവശ്യം നമുക്ക് തീർച്ചയായിട്ടും ഫസ്റ്റ് എടുക്കണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് എല്ലാവരും. എന്താണ് ഇത്തവണ ഇങ്ങനൊരു ക്യാപ്റ്റൻസിയിലേക്ക് കടക്കാനുള്ളൊരു പ്രേരണ എന്താണ്? ബേസിക്കലി ഞാൻ ആലപ്പുഴക്കാരിയാണ്. പുന്നമടയിലാണ് ജനിച്ച് വളർന്നത്. കുഞ്ഞിലേ തൊട്ടേ ഈ വള്ളംകളിയെക്കുറിച്ചും കാര്യങ്ങളും ഒക്കെ എൻ്റെ അച്ഛനാണെങ്കിലും ഒത്തിരി പറഞ്ഞു തന്നും ഒക്കെ കൂടെ കൊണ്ട് നടന്നൊരു കാര്യം. അപ്പം നമുക്കൊരു അവസരം കിട്ടിയപ്പോൾ നമ്മളത് ചെയ്യാമെന്ന് ഓർത്തു. ഒത്തിരി ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. അത് നമുക്ക് ഈ വർഷം സഫലീകരിക്കാൻ പറ്റി. പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? പ്രാക്ടീസ് നാളെ 18-ാം തീയതി തൊട്ട് ക്യാമ്പ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. പിന്നെ കഴിഞ്ഞ മാസമായിരുന്നു നമ്മുടെ ചമ്പക്കുളം മൂലം വള്ളംകളി. അതിന് നമുക്ക് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ടീമിനെ കാര്യങ്ങളും കൂടെ ഒന്നും കൂടെയൊക്കെ ഫോം ചെയ്തിട്ട് ഇനിയിപ്പം നമ്മൾ നെക്സ്റ്റ് ക്യാമ്പ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഏതായാലും പുന്നമട നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വലിയ ആവേശത്തിലാണ് അപ്പോൾ ഒരു നാട് മുഴുവൻ. അപ്പോൾ ഇത്തവണ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഞാനും നോർത്തേൺ അയർലൻഡിലാണ്. അപ്പം കുറച്ച് നാളായിട്ടൊരു ഗ്യാപ്പ് വന്നു ഈ വള്ളംകളിയുടെ ഇതായിട്ട്. കാരണം പിന്നെ കല്യാണം കഴിച്ച് വന്നേക്കുന്നത് പാല രാമപുരത്താണ്. അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ പപ്പായും എൻ്റെ ഹസ്ബൻഡുമായിട്ടൊക്കെ ഫാമിലിയായിട്ട് വള്ളംകളി കാണാനൊക്കെ പോകുമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവർക്കും ഭയങ്കര സന്തോഷമായി. ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് നമുക്ക് ചെയ്യാം. പപ്പയാണെങ്കിലും പറഞ്ഞു നമുക്ക് ചെയ്യാം കൊച്ചേ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ആ ഒരു ഗ്യാപ്പ് വന്നു. പക്ഷേ എന്നാലും ഈ പ്രാവശ്യം നമുക്കത് ചെയ്യാൻ പറ്റുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇതിനുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വൈസ് ക്യാപ്റ്റനായിട്ട് ആദ്യമായിട്ടാണ് ഒരു വനിത വരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പം പറഞ്ഞു 2013 ഹരിത അനിലെന്നും പറഞ്ഞൊരു ക്യാപ്റ്റൻ ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി വാർത്താ പ്രാധാന്യമൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വനിതാ ക്യാപ്റ്റനായിട്ട് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വൈസ് ക്യാപ്റ്റനായിട്ടും ഒരു മോള് തന്നെയാണ്. എൻ്റെ ഒരു അനിയത്തിയെ പോലെ അന്ന റോസ് ജിൻഡോ എന്നാണ് മോളുടെ പേര്. കഴിഞ്ഞ വർഷം ക്യാപ്റ്റനായിട്ട് നിന്ന ജിൻഡോ ജോമി കണ്ടങ്കളം പുള്ളിക്കാരൻ്റെ മകളാണ് അന്ന റോസ്. അവിടെയുള്ള നാട്ടിലുള്ള ആളുകളൊക്കെ ഭയങ്കര സപ്പോർട്ടാണോ? നാട്ടിൽ ഇപ്പോൾ എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാം ഞാൻ പുന്നമടക്കാരി ആയതുകൊണ്ട് അവർക്കുമൊക്കെ വള്ളംകളിയെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാം. പിന്നെ ഞാൻ പുന്നമടക്കാരി ആയതുകൊണ്ട് PBC പുന്നമടയായിട്ട് അസോസിയേറ്റ് ചെയ്ത് NCFC നടുഭാഗം ചുണ്ടനാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു കാര്യം ചെന്ന് അവിടെ നമുക്കൊരു ചെയർമാനായിട്ടൊക്കെ നേരത്തെ ഇരുന്ന തോമസ് ജോസഫ്, ഞാൻ തങ്കച്ചാൻ്റെ അടുത്താണ് ആദ്യം ചെന്ന് ഈ കാര്യം പറയുന്നത്. അപ്പോൾ പുള്ളി സന്തോഷത്തോടെ ബാക്കിയുള്ള അവിടുത്തെ അംഗങ്ങളെയൊക്കെ വിളിച്ചു. അവർക്കെല്ലാം ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അവരെല്ലാം വളരെ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. അങ്ങനെ എല്ലാവരും ഭയങ്കര ആവേശത്തോടെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം അനുവും പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? പ്രാക്ടീസ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നാളെ ഇനി തുടങ്ങും 18-ാം തീയതി. നമുക്കത് ഒരു നിശ്ചിത സ്ഥലത്ത് ഈ പ്ലെയേഴ്സിനെ എല്ലാം കൂടെ ഒരു സ്ഥലത്താക്കിയിട്ട് അവർക്ക് വേണ്ട എക്സസൈസ് കാര്യങ്ങൾ, അതുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡയറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യും, ഹെൽത്ത് ചെക്കപ്പ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ നെഹ്റു ട്രോഫിയിൽ ഒന്നാം സമ്മാനമായിട്ട് 25 ലക്ഷം രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലേ? അതെ. അത് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ ഞാനും കേട്ടു. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഒത്തിരി എഫേർട്ടും കാര്യങ്ങളും എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നത്. അപ്പം കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പം എല്ലാവർക്കും ഒരു എൻകറേജ്മെൻറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഒരുപാട് ചിലവുകളൊക്കെ ഉണ്ടാകുമോ?
തീർച്ചയായിട്ടും അത് ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്കിതിന് ഇൻവെസ്റ്റ് ആകും. പക്ഷെ നമ്മളത് നോക്കുന്നില്ല. നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചെയ്യുന്നത് കൊണ്ട് നമ്മളത് നോക്കുന്നില്ല. നമ്മളത് അങ്ങ് ചിലവഴിക്കുകയാണ്. പിന്നെ 1990-കളിൽ കരക്കാരായിരുന്നു ഈ വള്ളംകളി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് അവർക്ക് ഈ ഒരു സാമ്പത്തികമായിട്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ അവർ സ്പോൺസേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇത് ഈ തുഴയാൻ വരുന്നവർക്ക് ഒരു വരുമാന മാർഗ്ഗമൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ സ്പോൺസേഴ്സ് കാര്യങ്ങൾ വരുമ്പോൾ അവർക്കും ഇതൊരു വരുമാന മാർഗ്ഗമായിട്ട് വരുന്നുണ്ട്. അതും ഒരു നല്ല കാര്യമാണ്. ഇത്തവണ കപ്പടിക്കാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും അതിൽ സംശയമില്ല. നമ്മൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. യങ്ങേഴ്സൊക്കെ ഈ മേഖലയിലേക്ക് വരിക വളരെ ചുരുക്കമാണല്ലോ. യങ്ങേഴ്സ് വരുന്നത് ചുരുക്കമാണ്. പക്ഷേ പുന്നമടക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വള്ളംകളി. ഞങ്ങൾക്ക് ഓണം തുടങ്ങുന്നത് വള്ളംകളിയോടെയാണ്. പിന്നെ കുഞ്ഞിലെ ആണെങ്കിലും അച്ചാച്ചൻ എന്നെ ചെറുതിലെ ഒക്കെ ഇതേപോലെ ട്രയൽ കാണിക്കാനൊക്കെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ വള്ളത്തിലൊക്കെ ചുമ്മാ ഇങ്ങനെ തൊട്ടൊക്കെ നോക്കും. അപ്പോൾ ഇങ്ങനെ പറയും പായിപ്പാട്, ചെറുതന, അതുപോലെ ഇപ്പോൾ ശ്രീഗണേഷൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ കാരിച്ചാൽ, ആനാരി, അങ്ങനെ നമ്മൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ആ സമയത്തൊക്കെ. അതുകൊണ്ട് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ പുന്നമടയിലുള്ള അല്ലെങ്കിൽ ആലപ്പുഴയിലുള്ള യങ്ങേഴ്സിനും ഇത് ഇൻട്രസ്റ്റ് ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചുണ്ടൻവള്ളത്തെ കയറിയിട്ടുണ്ടോ? ചുണ്ടൻവള്ളത്തെ കയറിയിട്ടില്ല. പക്ഷേ നമ്മൾ അടുത്ത് നിന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഈ എല്ലാ ചുണ്ടൻവള്ളങ്ങളും അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ കയറാനുള്ള ഒരു ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യം എന്തായാലും കയറും. ഏതായാലും അനു ആൽബർട്ട് വലിയ സന്തോഷത്തിലാണ്. പുന്നമടക്കാരിയായിട്ടും ഇതുവരെയും ചുണ്ടൻവള്ളത്തിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ വലിയ ആവേശത്തിലാണ്. പുന്നമടക്കാരൊക്കെ തന്നെയും വലിയ ആവേശത്തിലാണ്. ഇത്തവണ നടുഭാഗം ചുണ്ടൻ്റെ ക്യാപ്റ്റനായി നിന്നുകൊണ്ട് കപ്പടിക്കുന്നത് തന്നെയാണ് അനു ആൽബർട്ട് പുലിക്കാട്ടിൽ പറയുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.